ഒരു ദിവസം ഈ ഭൂമി നിശ്ചലമാകും, പക്ഷികൾ പറക്കില്ല, കാറ്റ് നിശബ്ദമാകും, പർവ്വതങ്ങൾ പൊടിയായി പറന്നുപോകും. അതുതന്നെയാണ് ഖിയാമത്ത് നാൾ. മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓർക്കുന്നില്ല ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കുമെന്ന്. അവൻ നൽകിയ അവസരങ്ങൾ അവർ കളഞ്ഞു, പാപങ്ങൾ ചിരിയാക്കി മാറ്റി, നമസ്കാരങ്ങൾ മറന്നു, അള്ളാഹുവിനെ വിളിക്കാൻ സമയം കണ്ടെത്തിയില്ല. പക്ഷേ അവൻ ക്ഷമയോടെ ഒന്നും പറയാതെ എല്ലാം കണ്ടു നിന്നു. അന്നത്തെ ദിവസം ആകാശം പൊളിഞ്ഞു പോകും, സമുദ്രങ്ങൾ തീയായി കത്തും, കല്ലുകൾ പോലും കരയും, അള്ളാഹുവിൻ്റെ കാൽത്തടത്തിൽ ഭൂമി നടുങ്ങും. ആ ദിവസം മനുഷ്യൻ നിലവിളിക്കും, എനിക്കൊരു അവസരം കൂടി തരുമോ? പക്ഷേ ആ ദിവസം ഒരിക്കലും തിരിച്ചു വരില്ല. ഇസ്രാഫീൽ അലൈഹിവസല്ലം എന്ന മലക്ക് അള്ളാഹുവിൻ്റെ ഉത്തരവിന് കാത്തിരിക്കുന്നു. അവൻ്റെ കയ്യിൽ വലിയ കാഹളം. അവൻ ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരിക്കുന്നു ഒരൊറ്റ ഉത്തരവിന് വേണ്ടി. ഉത്തരവ് ലഭിച്ചാൽ കാഹളം മുഴങ്ങും. ആ ശബ്ദം ആകാശത്തെയും ഭൂമിയെയും കടലിനെയും പൊടിച്ചു കളയും. മനുഷ്യൻ കുലുങ്ങും, പ്രാണികൾ മരിക്കും, തീ ഭൂമിയെ മൂടും, എല്ലാം അവസാനിക്കും. വലിയ രാജാക്കന്മാർ, സമ്പന്നർ, ദരിദ്രർ എല്ലാം ഒരുപോലെ മണ്ണാകുന്നു. ഭൂമി മൗനം പാലിക്കും, ലോകം ശൂന്യമാകും. അവസാനിക്കാത്ത നിശബ്ദതയ്ക്ക് ശേഷം ഇസ്രാഫീൽ അലൈഹിവസല്ലം വീണ്ടും കാഹളം മുഴക്കും. അപ്പോൾ മനുഷ്യർ ഖബറിൽ നിന്നും കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു. കാലാകാലങ്ങളായി മൺമറഞ്ഞു പോയ മനുഷ്യരെല്ലാം മഹ്ശറ എന്ന വിശാലമായ മൈതാനത്ത് ഒരുമിച്ച് കൂടും. ആ ദിവസം നമ്മൾ കാണുന്ന ആദ്യത്തെ രഹസ്യം എല്ലാവരും സ്വന്തം കാര്യത്തിൽ മുഴുകിയിരിക്കുന്നതാണ്. ഉമ്മ മകനെ, ഭാര്യ ഭർത്താവിനെ, സഹോദരൻ സഹോദരിയെ മറന്നുപോകുന്ന ദിനം. കാരണം അവർക്ക് അവരുടെ വിചാരണയുടെ ഭാരത്തെപ്പറ്റി മാത്രമേ ചിന്തയുണ്ടാകൂ. അന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സൂര്യൻ നമ്മുടെ തലയുടെ തൊട്ടടുത്ത് വരും. നമ്മൾ വിയർപ്പിൽ മുങ്ങിപ്പോകുന്നു. ശേഷം വിധി തുടങ്ങുന്നു. ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത എല്ലാ നല്ലതും മോശവുമായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിവായി വരുന്നു. അള്ളാഹു കൽപ്പിക്കുന്നു, ഇന്ന് നാം അവരുടെ നാവിന് മുദ്ര വയ്ക്കുന്നു. അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും, കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. നിങ്ങളുടെ സ്വന്തം ശരീരം നിങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു. നിങ്ങളുടെ കണ്ണുകൾ എവിടേക്ക് നോക്കി, കാലുകൾ എവിടേക്ക് നടന്നു. മലക്കുകൾ പറക്കും, അവരൊന്നും ഇനി കരുണയോടെ നോക്കില്ല. വലിയ പുസ്തകങ്ങൾ തുറക്കും, ഓരോ പ്രവൃത്തിയും ഓരോ പാപവും അതിൽ എഴുതിയിരിക്കുന്നു. ഒരാളും രക്ഷപ്പെടില്ല. ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നു, അവൻ കരയുന്നു. അവൻ്റെ പുസ്തകം ഇടത് കൈയിൽ ലഭിക്കുന്നു. അവൻ നിലവിളിക്കും, എൻ്റെ ജീവിതം കാണൂ, ഒരുപാട് പാപങ്ങൾ. അള്ളാഹു പറയും, ഇത് നീ ചെയ്തതാണ്, ഇതിൻ്റെ ഉത്തരവാദി നീയാണ്. മറ്റൊരാൾ മുന്നോട്ട് വരുന്നു, അവൻ്റെ മുഖം പ്രകാശിക്കുന്നു. അവൻ്റെ പുസ്തകം വലത് കൈയിൽ. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇതാ എൻ്റെ ജീവിതം നോക്കൂ, പാപങ്ങളില്ല. അള്ളാഹു പറയും, നീ സത്യസന്ധനായിരുന്നു, ഇന്ന് നീ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും. സുഖം, സമാധാനം, പ്രകാശം. മറുവശത്ത് നരകത്തിൻ്റെ തീ. അവിടെ നിലവിളി, തീയുടെ ശബ്ദം, പാപികളുടെ കരച്ചിൽ. അവിടെ കരുണയില്ല, ക്ഷമയില്ല. അവിടെ അള്ളാഹുവിൻ്റെ നീതി മാത്രം. അള്ളാഹു പറയും, എൻ്റെ വാക്കുകൾ മറന്നവരെ, ഇന്നാണ് ഞാൻ നിങ്ങളെ മറക്കുന്ന ദിനം. വിചാരണ കഴിഞ്ഞു, ഇനി പ്രവൃത്തികൾ തൂക്കാനുള്ള സമയമാണ്. മീസാൻ സ്ഥാപിക്കുന്നു. ചെറുതും വലുതുമായ നന്മകളും തിന്മകളും തൂക്കപ്പെടും. വിശ്വാസികൾക്ക് അന്നൊരു പ്രത്യേക വെളിച്ചം ലഭിക്കും. ഇരുട്ട് നിറഞ്ഞ മഹ്ശറയിൽ അവർക്ക് അവരുടെ വലതുവശത്ത് നിന്നും മുന്നിൽ നിന്നും പ്രകാശം ലഭിക്കുന്നു. ആ പ്രകാശമാണ് അവരുടെ സിറാത്ത് പാലത്തിലൂടെയുള്ള വഴികാട്ടി. ഇനി എല്ലാവരും സിറാത്ത് പാലം കടക്കണം. നൂലിനേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ പാലം. നമ്മുടെ ഈ ലോകത്തെ ജീവിതം പോലെയിരിക്കും ആ പാലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര. ചിലർ മിന്നൽ പോലെ കടക്കും, ചിലർ കാറ്റ് പോലെ, ചിലർ കുതിരയോട്ടം പോലെ. എന്നാൽ പാപഭാരം ചുമക്കുന്നവർ അതിൽ കാൽ വഴുതി നരകത്തിലെ തീയിലേക്ക്. ആ ദിവസം നാം എവിടെയായിരിക്കും? സ്വർഗത്തിൻ്റെ വാതിൽക്കലോ അതോ നരകത്തിൻ്റെ തീക്കരികിലോ? ജീവിതം ഒരു അവസരമാണ്. നമുക്കിപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമുണ്ട്. പാപങ്ങൾ മാറ്റി ദുആ ചെയ്യൂ. കാരണം ഒരു ദിവസം എല്ലാം അവസാനിക്കും. ആ ദിവസം ആരും മറക്കില്ല. അതായിരിക്കും യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ.